ഇന്ന് നമ്മുടെ അമ്പാടിയുടെ ചോറൂണാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് ചോറൂണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ബസ്സിൽ കയറി ഇരുന്നു യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. അമ്പാടി ഇത് കുളിയൊക്കെ കഴിഞ്ഞ് എവിടേക്കാണോ ഞാൻ ഇത്രയും നേരത്തെ യാത്ര പോകുന്നതെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തോന്നുന്നുണ്ട്. ആകെ കൂടെ കുട്ടിക്കൊരു അമ്പലപ്പായിരുന്നു. കുഞ്ഞിക്കിളി ഉറക്കത്തിൻ്റെ മൂഡിലാണ് ആയിരിക്കുന്നത്. ചെറുക്കന്മാരെല്ലാവരും തന്നെ ബാക്ക് സീറ്റിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പു കണ്ടില്ല എത്ര നേരം അലമ്പ് കാണിക്കായിരുന്നു. വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഡീസൻ്റ് ആയതാണ് കേട്ടോ. ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ട് ചക്കരയും മേമയൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അവിടെ. അമ്പുടുവിൻ്റെ ഓരോ ഉറക്കം കഴിഞ്ഞ് എണീറ്റു കേട്ടോ. അപ്പോഴും അവൻ ബസ്സിലാണ്. ഇതിപ്പോൾ എന്താണാവോ എങ്ങടാണാവോ എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ, അവനിത് ഒന്നും മനസ്സിലാവാതെ ഇരിക്കുന്ന ഒരു ഫീലാണ് അവൻ്റെ മുഖത്ത് കാണുന്നത്. ഞാനും അവളും ബസ് പോവുകയാണെങ്കിലും ഞങ്ങൾ കിട്ടിയതൊക്കെ അതിന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇറങ്ങി കേട്ടോ അമ്പുടു. ഇതാണ് നമ്മൾ വന്ന ബസ്, DK ഹോളിഡേയ്സ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. കുഞ്ഞിക്കിളി രഞ്ജുവും ഗോപുട്ടി ഇതവിടെ നിൽക്കണു. കിളിയുടെ ഉറക്കം കഴിഞ്ഞിട്ടുള്ള ആ ഒരു മൂഡാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു, തലയിൽ ചൂടി. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് തിരക്കൊന്നും അധികം കാണുന്നില്ലെങ്കിലും അകത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അകത്തേക്ക് തൊഴാനുള്ള ക്യൂ ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കല്യാണങ്ങളും ചോറൂണുകളും എല്ലാം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ക്ലോക്ക് റൂമിൽ ചെരുപ്പുകളും ഫോണുകളൊക്കെ കൊടുത്ത് ഞങ്ങൾ ചോറൂണിന് പോയി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും പിന്നെ ചോറൂണ് തുടങ്ങി. അമ്പാടി മാമുണ്ണാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അമ്പാടിക്ക് പേരിട്ടു, ഋത്വിൻ എന്നാണ് കേട്ടോ പേര്. അങ്ങനെ നമ്മുടെ അമ്പാടിക്കണ്ണൻ്റെ ചോറൂണ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് നടക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് മാമു കൊടുക്കുകയാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഭയങ്കര വാശിയും ബഹളമൊക്കെ ആയിരുന്നു. ഇവൻ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇവൻ്റെ ചോറൂണും ഇവൻ്റെ അമ്മയുടെ പിറന്നാളായിരുന്നു, ഉണ്ണിമോളുടെ പിറന്നാളായിരുന്നു ഇന്ന്. അപ്പോൾ അവൾക്ക് കണ്ണൻ്റെ മുന്നിലേക്ക് എത്താനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഇന്നത്തെ ദിവസം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വഴിപാടുകളും പ്രസാദങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടന്നു. ഇത് നമ്മുടെ പട്ടാമ്പിയിലുള്ള സുബിമാമനാണ്. ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ പപ്പടങ്ങൾ പിന്നെ എത്ര വെറൈറ്റി വേണമെങ്കിലും നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അടുത്ത ഷോപ്പിലേക്ക് പോയി. നമുക്ക് കാണാൻ ഒരുപാടുള്ള കാരണം നമ്മൾ അതൊക്കെ കണ്ടു. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ വീണ്ടും കയറി. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ വണ്ടി നിർത്തി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ അമ്പലങ്ങളിൽ പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും വേഗം വീട്ടിലെത്താനുള്ള ആ ഒരു ധൃതിയിൽ ഞങ്ങൾ വേഗം വരികയാണ് ചെയ്തത്. കിച്ചു ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഓരോ വീഡിയോ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഞങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചിരിക്കുന്നത് കേട്ടോ. വീടെത്തി ഭക്ഷണം കഴിച്ച് കുളിച്ച് വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. 4 മണി മുതൽ നമ്മുടെ കുടിച്ചാത്തൻകാവിൽ അഞ്ചൽ പുണ്യാഹി എന്നുള്ളൊരു ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പൂക്കളൊക്കെ നേരാക്കാനുണ്ടായിരുന്നു. അതൊക്കെ നേരാക്കി ഇവിടെ ആ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ പൂക്കളൊക്കെ നേരാക്കുന്നത് മാറ്റിവെച്ച് നമ്മൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. മന്ത്രോച്ചാരണങ്ങളോട് കൂടിയിട്ട് അവരവരുടെ ചടങ്ങുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചടങ്ങിന് ശേഷം അവർ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുള്ള ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ കാണുന്നത്. ദക്ഷിണ കൊടുക്കൽ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പിന്നെ നടക്കുന്നത് തന്ത്രി പൂജയും ചുറ്റുവിളക്കും എല്ലാം കൂടിയാണ്. ഇന്ന് ഒരുപാട് ചുറ്റുവിളക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. കിട്ടിയ ഗ്യാപ്പിൽ ഞാനും ഏട്ടനും കൂടെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ചുറ്റുവിളക്ക് ആരംഭിച്ചു. നമ്മൾ ദീപം കൊളുത്തി തുടങ്ങി. മേളക്കാരെല്ലാവരും വന്നു കൊട്ട് ആരംഭിക്കാനായി. അപ്പോൾ നമുക്ക് മുകളിലേക്കൊന്നും ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടിയച്ഛൻ അവിടെയൊക്കെ ദീപം കൊളുത്താൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ ദീപമൊക്കെ കൊളുത്തി ഒരു വൈകുന്നേരത്ത് ഭക്തി നിർഭരമായ ഒരു നിമിഷങ്ങളായിരുന്നു നമുക്കിതെല്ലാം. മുകൾ ഭാഗത്ത് ഇങ്ങനെയാണ് ദീപം കൊളുത്താറുള്ളത്. എനിക്കൊന്നും എത്താത്തതുകൊണ്ട് ഞാനത് കൊളുത്താറില്ല. അങ്ങനെ പറ്റുന്ന ഭാഗത്തൊക്കെ ഞാൻ കൊളുത്തുണ്ടായിരുന്നു. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു. അപ്പോൾ ഇന്ന് ഗണേശൻ്റെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അപ്പോൾ നമ്മൾ ഗണേശൻ്റെ അമ്പലത്തിലെ ഉത്സവത്തിന് പോവുകയാണ്. താലം കൊളുത്തി അഭിഷേകം കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അവർ വന്നു.
അമ്പലത്തിൽ കയറിയപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പൂൻ്റെ വീട്ടിലേക്ക് പോയി. ഉണ്ണിമോളുടെ ബർത്ത്ഡേ ആയിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഫുള്ള് അമ്പലത്തിലെ കാര്യങ്ങളും തിരക്കുകളൊക്കെ കാരണം കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. കുട്ടാപ്പി അവിടെ എണീറ്റിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ പിറന്നാളിൻ്റെ അന്ന് തന്നെ കണ്ണൻ്റെ മുന്നിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതും അവളൊരു ഭാഗ്യമാണ്. എന്നും അവളുടെ ഈ സന്തോഷം സമാധാനം എല്ലാം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.